നമസ്കാരം. ഉള്ളത് പറയാം. കേരള കോൺഗ്രസ് ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് കൂട് വിട്ട് കൂട് മാറാനുള്ള നീക്കം തകൃതിയായി നടത്തി. ജോസ് കെ മാണിയുടെ നീക്കത്തിന് തടയിട്ടത് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരള കോൺഗ്രസിനെ വിടാതിരിക്കാൻ CPM അരയും തലയും മുറുക്കി ഇറങ്ങിയതോടെ തലസ്ഥാന നഗരത്തിലെ 25 സെന്റ് കണ്ണായ ഭൂമി KM മാണിക്ക് സ്മാരകം പണിയാൻ പാർട്ടിക്ക് കിട്ടി. വില കൂടിയെങ്കിലും ജോസ് കെ മാണി LDFിൽ കാല് ചവിട്ടി നിൽക്കുമെന്ന് ഉറപ്പിക്കാൻ ആയിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാവും. UDFന്റെ മക്കളേക്ക് കക്ഷികളും LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അത് ഉറപ്പായിട്ട് വരും. അത് ആരൊക്കെയാണ് എന്ന് ദയവ് ഇതിപ്പോ ചോദിക്കരുത്. അത് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. അപ്പൊ വിസ്മയം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിസ്മയം ഉണ്ടാവും. അത് വരുമ്പോഴല്ലേ വിസ്മയം ആവുള്ളൂ. വന്നാൽ മതി. വരുമ്പോ കറക്റ്റായിട്ട് പറയും. കുറച്ചു ദിവസം കൂടി വെയിറ്റ് ചെയ്യും. അപ്പൊ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അല്ല, വിരലിൽ എണ്ണാവുന്ന ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. ഉടൻ വിസ്മയം സംഭവിക്കാൻ പോകുന്നു. ഇടതുപക്ഷത്തെ പ്രധാനികൾ ദിവസങ്ങൾക്കുള്ളിൽ UDFിലെത്തും. VD സതീശൻ ആവർത്തിച്ച് പറഞ്ഞതോടെ കേരള കോൺഗ്രസ് മാണി ഏത് സമയവും LDF വിട്ട് UDFിൽ തിരിച്ചെത്തുമെന്ന അഭ്യൂഹവും ശക്തമായി. കത്തോലിക്ക സഭയുടെ ശക്തമായ സമ്മർദ്ദത്തിൽ ജോസ് കെ മാണി UDFിലേക്ക് തിരിച്ചെത്താൻ കളം ഒരുങ്ങിയതുമാണ്. കോട്ടയത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ചയാവുമെന്നും ഉറപ്പായിരുന്നു. ഞാൻ പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് ചർച്ച ചെയ്തിട്ട് എപ്പോഴും അവിടുന്ന് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു കോൾ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തിനും വരണം എന്ന് പലരും പറയുന്നുണ്ടല്ലോ. പറഞ്ഞ മനസ്സിലായിട്ട് അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തിനും കുറ്റക്കാരാണോ? അപ്പൊ ആരെങ്കിലും കേരള കോൺഗ്രസിനെ വരണം, ഒരു മുന്നണിയിലേക്ക് വരണം, ചിലപ്പോൾ അത് BJPയിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് UDFിലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ബലം ഉള്ളത് കൊണ്ടല്ലേ, പ്രാധാന്യം ഉള്ളത് കൊണ്ടല്ലേ. സീറ്റുകളെ കുറിച്ച് പോലും ആദ്യ ചർച്ച നടന്നതാണ്. കോൺഗ്രസ് ജോസ് കെ മാണിയുടെ വരവ് ഉറപ്പിച്ചതുമാണ്. ലീഗിന് ഇരട്ടി സന്തോഷവും. എതിർപ്പ് കേരള കോൺഗ്രസ് ജോസഫിനും മധ്യ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും അണികൾക്കും. ഇതുവഴി പോകുമ്പോഴൊക്കെ തങ്ങളുടെ വീട്ടിലും അങ്ങനെ ഒരു വരവ് തന്നെയാണ് ഇന്ന് വന്നത്. വന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങൾക്ക് UDFിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ആരെങ്കിലും UDFിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ അവരോട് ചർച്ച ചെയ്യുക എന്നുള്ളതല്ലാതെ ആരെയും ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ അവരില്ലാതെ തന്നെ, കേരള കോൺഗ്രസ് ഇല്ലാതെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വലമായ വിജയമാണ് UDF നേടിയിട്ടുള്ളത്. ആ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു കക്ഷിയുടെയും പിന്നാലെ പോയിട്ടില്ല, ഒരു കക്ഷിയുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല. അതാരും സൃഷ്ടിച്ചിട്ടില്ല. അവർ സ്വയം പാലം ഉണ്ടാക്കി വലിക്കുകയും ചെയ്യുന്നില്ല. ചർച്ച നടന്നിട്ടുമില്ല, ആരും സ്വാഗതം ചെയ്തു. തന്നെ ഉണ്ടാക്കുന്ന കഥകളാണ് ഇതെല്ലാം. ഭാവനാ സൃഷ്ടിയാണ്. ഇതെല്ലാം എഴുതിക്കുന്ന അവർ തന്നെയാണ്. ജോസ് കെ മാണിയുടെയും കൂട്ടരുടെയും UDFിലേക്കുള്ള മടക്കം ചർച്ചയാകുമ്പോഴെല്ലാം എതിർപ്പുമായി ആദ്യം രംഗത്ത് വരാറുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. തുടരും എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒപ്പമുള്ള ഫോട്ടോ റോഷി പങ്കുവച്ചത് ജോസ് കെ മാണിയുടെ നീക്കത്തിനുള്ള ആദ്യ എതിർപ്പായി. UDFിലേക്ക് കേരള കോൺഗ്രസ് മാണി പോകാൻ ശ്രമിച്ചത് അങ്ങാടിപ്പാട്ടായി. കഴിഞ്ഞ തവണ ജയിച്ച സീറ്റുകൾ ഉറപ്പിച്ചും തോറ്റ സീറ്റുകളിൽ 4 എണ്ണം തരാമെന്ന് സമ്മതിച്ച വിവരവും റോഷി ക്യാമ്പിലെത്തിയതോടെയാണ് എതിർപ്പ് പരസ്യമായത്. റാന്നി MLA പ്രമോദ് നാരായൺ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോയുമായി LDFിൽ തുടരുമെന്ന സന്ദേശവും നൽകി. ഞങ്ങളുടെ ഒരു പാർട്ടി, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും ഒരു കാര്യത്തും പണയം വെച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസിന്റെ മാത്രമല്ല LDFിനെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ധാരണയും ചിന്തകൾക്കും വ്യത്യസ്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ട കാര്യം എവിടെയുണ്ട്? അവിടെയാണല്ലോ പ്രശ്നം. ഇതിങ്ങനെ അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് അപ്പുറത്തോട്ട് രേഖകളോടുകൂടി പറയാൻ കഴിയുന്ന എന്തെങ്കിലും വേണ്ടേ? അതിനെക്കുറിച്ചൊരു ആശങ്ക എൻ്റെ മുമ്പിലില്ല. എൻ്റെ നിലപാടിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗവൺമെൻറ് ഭാഗമായി തുടരുന്നു, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. ആ നിലയിൽ പോകുന്നവർക്ക് എവിടെയാണ് അഭ്യൂഹങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നേരിടാൻ പറ്റുമോ? എല്ലാ MLAമാർക്ക് അവരുടെ മണ്ഡലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടത്താനുണ്ട്. എന്നെ അങ്ങനെ ആരും സമീപിക്കത്തില്ലെന്ന് ഒരു
ജോസ് കെ മാണിയെ ഒരു നിലപാടുള്ളവനെ അങ്ങനെ വെറുതെ കയറി സമീപിക്കാൻ പറ്റുമോ? ഇതെന്താ പറയുന്നത്? ഒരു നിലപാട് ഒരു ഞങ്ങളെല്ലാം സൗഹൃദമുള്ളവരാ, ആരോടും വിദ്വേഷമില്ല, അടുത്ത സൗഹൃദമുള്ളവരാ. അത് വ്യക്തിപരമായ സൗഹൃദവും സ്നേഹവും എന്നും തുടരും. 2 MLA-മാർ LDF വിടാൻ വിസമ്മതിച്ചതോടെ ജോസ് കെ മാണി പ്രതിരോധത്തിലുമായി. അതേസമയം തന്നെ CPM ഡാമേജ് കൺട്രോൾ തന്ത്രവുമായി എത്തി. N. ജയരാജ് MLA-യെ കൂടി റോഷി പക്ഷത്തേക്ക് മാറ്റിയതോടെ ജോസ് കെ മാണിയുടെ നീക്കത്തിന് താൽക്കാലിക വിരാമം. ജോസ് കെ മാണി വിഭാഗത്തിന്റെ മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വേറെ പലരും, പ്രമോദ് നാരായണൻ ഉൾപ്പെടെയുള്ള പലരും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ജോസ് കെ മാണിയാണ് ആ പാർട്ടിയുടെ പ്രമുഖനായ നേതാവ്. ഞാനുമായിട്ട് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്. അദ്ദേഹം വേറെന്തെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്നെ പോലുള്ളവരോട് പറയുമെന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു സംശയവുമില്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ ഞങ്ങൾ 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നടത്തിയ സമരത്തിൽ പൂർണ്ണമായി ഞങ്ങളോടൊപ്പം പേരിൽ റോഷി അഗസ്റ്റിനും 5 MLA-മാരും ഉണ്ടായിരുന്നു. ഇതുവരെ ഈ കാര്യത്തിൽ അവർ മറ്റേതെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നതായിട്ട് അവരാരും പറഞ്ഞിട്ടില്ല. പലവട്ടം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് റോഷി അഗസ്റ്റിനോട്. ഞങ്ങളുടെ എല്ലാം ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേരള കോൺഗ്രസിനകത്ത്, അടുത്ത സുഹൃത്തുക്കൾ. അവരെല്ലാം ഒരുപോലെ പറയുന്നു LDF വിട്ടുപോകേണ്ട ഒരു കാര്യവും ഇല്ല കേരള കോൺഗ്രസിന്. അതിനപ്പുറം പോയിട്ടുള്ള ഒരു സ്പെക്കുലേഷനെയും ഇടതുപക്ഷ ശക്തികളും LDF-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഗൗരവമായി കാണുന്നില്ല. കേരള കോൺഗ്രസിന് സ്വന്തം വഴി അറിയാം. ആ പാർട്ടി പ്രതിനിധീകരിക്കുന്നത് ന്യൂനപക്ഷ അവകാശങ്ങളെയും കർഷക താല്പര്യങ്ങളെയുമാണ്. ആ 2 രംഗങ്ങളിലും മറ്റേത് ഗവൺമെന്റിനേക്കാളും മുന്നണിയേക്കാളും ഉറച്ച സ്റ്റാൻഡുള്ളതാണ് LDF. അത് ഇത്രയും വർഷങ്ങളുടെ ബന്ധം കൊണ്ട് കേരള കോൺഗ്രസിന് അറിയാം, ജോസ് കെ മാണിക്കറിയാം. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി അതുകൊണ്ട് എടുക്കാൻ പോകുന്ന തീരുമാനം 100% LDF അനുകൂലമായിരിക്കുന്നതാണ് ഞങ്ങളുടെ ബോധ്യം. ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എവിടെയോ അവിടെ ഭരണം എന്ന് പറഞ്ഞ് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ പാർട്ടിയുടെ വില കൂട്ടുമ്പോഴും എവിടെ ഭരണം അവിടെ കേരള കോൺഗ്രസ് എന്നുറപ്പിക്കാനുള്ള നീക്കമാണ് നടന്നതെന്ന് ഉറപ്പിച്ചു പറയാനാവും. KM മാണിയുടെ സ്മാരകത്തിന് 25 സെന്റ് ഭൂമി പാട്ടത്തിന് അനുവദിച്ചത് നിസ്സാരമല്ല. തലസ്ഥാന നഗരത്തിലെ കണ്ണായ സർക്കാർ ഭൂമി ഒരു പാർട്ടിയെ മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്താൻ നൽകുന്ന കൈക്കൂലിയല്ലാതെ പിന്നെന്താണ്? ഒരാറിന് 100 രൂപ പാട്ടം, പാട്ടക്കാലാവധി 30 വർഷം. സെന്റിന് കുറഞ്ഞത് 35 ലക്ഷമെങ്കിലും വിലമതിക്കുന്ന ഭൂമിയാണ് കേരള കോൺഗ്രസ് മാണിയെ മുന്നണിയിൽ നിർത്താൻ സർക്കാർ ചെലവിൽ നൽകുന്നത്. ജല അതോറിറ്റിയുടെ ഭൂമി റോഷി അഗസ്റ്റിൻ ജലവിഭവ മന്ത്രിയായിരിക്കെ സ്വന്തം പാർട്ടിക്ക് പാട്ടത്തിന് കിട്ടുക. എന്ത് ചെയ്തിട്ടാണെങ്കിലും ജോസ് കെ മാണി ഇല്ലാതെ ജയിക്കാൻ കഴിയില്ലെന്ന സന്ദേശമാണ് CPM ഇതിലൂടെ നൽകുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി UDF-ൽ നിന്ന്. അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചതാരാ? ഞങ്ങളെ ചേർത്ത് പിടിച്ചത് LDF ആണ്. ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാവാണ്. അപ്പോൾ അത് 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരണോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ? ആ നിലപാടിൽ തന്നെയാണ്, ഉറച്ചാണ്. അതുകൊണ്ട് ആ അജണ്ട, അങ്ങനെ ഒരു അജണ്ട, ഒരു നരേറ്റീവ് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ നമ്മൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ്. ആ തെരഞ്ഞെടുപ്പിൽ സീറ്റുമായി ബന്ധപ്പെട്ട് അത് ചില ഒരു തരത്തിൽ പറഞ്ഞ സീറ്റ് ചർച്ചയിലേക്ക് പോകുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 13 സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് 12 സീറ്റായി ഇടതുപക്ഷത്തിൻ്റെതായിട്ട് അത് നമ്മുടെ ചർച്ചയിൽ വന്നു കഴിഞ്ഞു. ചർച്ചയിലല്ല, അവരുടെ ഒരു ആവശ്യം മുന്നോട്ട് CPM വെച്ചപ്പോൾ കുറ്റിയാടി വിട്ടുകൊടുക്കുകയുണ്ടായി. ഇപ്രാവശ്യം 13 സീറ്റ് മിനിമം എങ്കിലും അത് വേണം. അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എത്രമാത്രം കടക്കാൻ കഴിയും എന്നുള്ളതും ചർച്ച ചെയ്യണം എന്ന് പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അതോ ആ തീരുമാനങ്ങളും അതുപോലെ തന്നെ നമ്മളെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ചെയർമാനെ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. സീറ്റ് കൂടുതൽ ചോദിച്ചാലും നൽകും. 13 സീറ്റ് പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ്. സീറ്റ് വിഭജന ചർച്ചയ്ക്ക് മുൻപേ ജോസ് കെ മാണി ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. മുന്നണി വിടാൻ ഒരു കാരണം പറയാൻ പോലും അവസരം നൽകാതെ CPM വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. കർഷകരുടെ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ കൂടി കനിയേണ്ടതുള്ളതിനാൽ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഭൂപതിവ് ചട്ടത്തിലും നിരാശപ്പെടുത്തിയില്ല. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞ് പോകാനാഞ്ഞാൽ അതിനും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തടയിട്ടു. ഞങ്ങൾ LDF-നോടൊപ്പമാണ്, യാതൊരു കാരണവശാലും ഞങ്ങൾ അങ്ങനെ ഒരു മാറ്റി ചിന്തിക്കേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ അത് തന്നെയാണല്ലോ ചെയർമാൻ്റെ നിലപാടും പാർട്ടിയുടെ നിലപാടും. ചുമ്മാ പറയുന്നതിൽ ഏത് സഭ എവിടെ
സഭയുടെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് ഞാനും. ഒരു സഭ ഒരിടത്തും ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല. ചുമ്മാ സഭയുടെ പേരുപയോഗിച്ച് ഈ രാഷ്ട്രീയ പാർട്ടിയെ കളങ്കപ്പെടുത്താൻ വേണ്ടി കുറേ ആളുകൾ ബോധപൂർവ്വം ശ്രമിക്കുന്നതാണ്. അതൊന്നുമല്ല. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ ഈ മുന്നണി മാറേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അത് മാത്രമല്ല, ഒരു ക്രെഡിബിലിറ്റിയാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലുത്. അതല്ലേ വേണ്ടത്, ഒരു നിലപാട് വേണ്ട ഒരു പാർട്ടിക്ക്. ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. ആ പരാജയത്തിൻ്റെ പേരിൽ പാർട്ടി മാറാൻ പറ്റും, മുന്നണി മാറാൻ പറ്റും. കേരള കോൺഗ്രസ് പാർട്ടി കമ്മിറ്റിയുള്ള പാർട്ടിയാണ്. പാർട്ടി കമ്മിറ്റികൾ പാർട്ടി ചർച്ച ചെയ്യും കാര്യങ്ങൾ. അതുള്ളൂ. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. യാതൊരു ഇടപെടലും ഇല്ല. പാർട്ടി കമ്മിറ്റി എടുക്കുന്ന തീരുമാനമാണ് പാർട്ടിയുടെ തീരുമാനം. ഇപ്പൊ LDF-ലാണ് നിൽക്കുന്നത്. LDF തന്നെ നിൽക്കുന്നു. ഞങ്ങൾ പാർട്ടി ചെയർമാനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചും അംഗീകരിച്ചും പോകുന്ന ആളുകളാണ്. ഇനി ഭാവിയിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോലും സാധ്യത ഇല്ല എന്നുള്ളതാണോ? അതെങ്ങനെയാ പറയുന്നത്? അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പറയാനായിരിക്കുന്ന കാര്യം ഇരിക്കുന്നത്. അങ്ങനെയില്ല, LDF തന്നെയാണ് എന്നുള്ളതാണ് ചെയർമാൻ പറഞ്ഞിട്ടില്ലേ. ഇനിയുള്ള കാര്യങ്ങളും ചെയർമാൻ തന്നെ പറഞ്ഞോളൂ. ഇല്ലാത്തൊരു അജണ്ട എങ്ങനെ ചർച്ച ചെയ്യുന്നത്? അതെങ്ങനെ ചർച്ച ചെയ്യുന്നത്? ഇല്ലാത്തൊരു അജണ്ടയല്ലേ. അങ്ങനെ ഒരു അജണ്ട ഇല്ല. ചെയർമാൻ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ജോസ് സാർ വരുന്നുണ്ട്. ചെയർമാൻ കൃത്യമായിട്ട് പറഞ്ഞില്ലേ. അത് തന്നെ തീരുമാനം, പാർട്ടിയുടെ തീരുമാനം അതാണല്ലോ. അതാണ് ഞങ്ങൾക്ക് സംശയം. ഞങ്ങൾ 2-3 ദിവസമായിട്ട് കേരള കോൺഗ്രസ് ലൈവായിട്ട് അങ്ങ് നിൽക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു മഹാഭാഗ്യമായി. ഡിമാൻഡ് കൂടിയോ? എപ്പോഴും ഞങ്ങൾ ലൈവിലായിട്ടുണ്ട്. അതൊരു ഭാഗ്യമല്ലേ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. യാതൊരു വക തലത്തിലുള്ള പ്രശ്നവും ഇല്ല. എന്തിനാ ഇപ്പൊ സമ്മർദ്ദം? ഇന്ന് രാവിലത്തെ ബ്ലഡ് പ്രഷർ നോക്കിയിട്ട് പോലും കൃത്യമാണ്. പിന്നെ ഈ എന്റെ നേതൃത്വത്തിൽ കീഴിലും ഒട്ടേറെ ആൾക്കാർ നിൽക്കുകയല്ലേ. പാർട്ടി ചെയർമാന്റെ കീഴിലല്ല ഞാൻ നിൽക്കുന്നത്. ഞങ്ങളുടെ കൂടെയല്ല ഇഷ്ടംപോലെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം പാർട്ടിയുടെ ചെയർമാൻ അസന്നിഗ്ധമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഒരു പ്രതികരണവുമില്ല. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഒരു വിസ്മയവും ഉണ്ടായില്ല. ചെയർമാന്റെ തീരുമാനം കൈയടിച്ച് പാസാക്കി ചായ കുടിച്ച് പിരിഞ്ഞു. ജോസ് കെ മാണി അവസാന വാക്കാണ് എന്ന ധാരണയിൽ പാർട്ടിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെയർമാന്റെ മുകളിലാണെന്ന് ഒരിക്കലും പുറത്തു കാണിക്കാത്ത മന്ത്രി റോഷി അഗസ്റ്റിന്റെ തുടരും പോസ്റ്റിന് വിലയുണ്ടായി. ചാട്ടത്തിന് ആദ്യം തടസ്സമായതും റോഷിയുടെ എതിർപ്പാണ്. ജോസ് കെ മാണി UDF-ലേക്ക് ഇല്ലെന്ന തീരുമാനം ആശ്വാസമേകുന്നത് കേരള കോൺഗ്രസ് ജോസഫിനും മധ്യ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും അണികൾക്കും. തോൽക്കുമെന്ന് ഉറപ്പായവരെ തിരികെ കൊണ്ടുവന്ന് മന്ത്രിയും MLA-യും ആക്കുന്നതിനെ പരസ്യമായി എതിർത്ത ജോസഫ് ഗ്രൂപ്പ് വെറുതെ ഒരു തർക്കം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ്. അല്ല, ഞങ്ങള് ഒരിക്കലും അവരുമായിട്ട് ചർച്ച നടത്തിയെന്നോ അല്ലെങ്കിൽ അവര് UDF-ന്റെ മുന്നണിയിലേക്ക് വരാമോ എന്നൊന്നും പറഞ്ഞു. ഇന്നും അന്നും ഞങ്ങൾ പറഞ്ഞ ഒരേ വാചകമാണ്. അവര് ഇടതു മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇപ്പൊ എന്തായാലും KM മാണി സാറിന് ഒരു സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഗവൺമെന്റ് എടുത്ത നല്ല തീരുമാനമാണ്. പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. വരാനിരിക്കുന്ന തലമുറ KM മാണി സാർ ആരായിരുന്നു എന്ന് തിരിച്ചറിയണം. അദ്ദേഹത്തിന്റെ ഒരു സ്മാരകം വേണം. അവിടെ നല്ല പഠനങ്ങൾ നടക്കണം. തീർച്ചയായിട്ടും ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി ഒരു നിമിത്തമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. UDF-ലേക്ക് ഘടകകക്ഷികൾ വരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ആ താല്പര്യം അറിയിച്ചാൽ ഞങ്ങളത് പരിഗണിക്കാൻ പരിഗണിക്കും, ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇല്ല, ഞങ്ങളുടെ മുമ്പിൽ ഇതുവരെ ഇത്ര ഒരു താല്പര്യമായിട്ട് ആരും വന്നത് ഒരു ചർച്ചകളും കോൺഗ്രസിന്റെയോ UDF-ന്റെയോ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ട് ഉണ്ടായിട്ടില്ലായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ചർച്ച നടന്നു? എപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇന്നലെ KC വേണുഗോപാൽ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഒരു ചർച്ചയും ഞങ്ങളായിട്ട് നടത്തിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, UDF-ന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കുക. അതാണ് ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത്. അത് വിപുലീകരിക്കാൻ സാധിച്ചു. ജനങ്ങളുടെ പിന്തുണ വർദ്ധിപ്പിച്ചു. വ്യക്തികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. സംഘടനകളെ കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഒരു പിളർപ്പുണ്ടായാൽ മാത്രമേ തിരിച്ച് UDF-ലേക്ക് അന്ന് ഞങ്ങളൊന്നും പറയുന്നില്ല. അന്ന് വേറൊരു പാർട്ടിയുടെ ഒരു ചർച്ചയും ഞാൻ അറിഞ്ഞിട്ട് നടന്നിട്ടില്ല. ഒരു ചർച്ചയും നടന്നിട്ടില്ല. UDF-ന്റെ കൺവീനർ, സംസ്ഥാനതല കൺവീനർ അടൂർ പ്രകാശാണ്. യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ലെന്ന്
ആധികാരികമായി എനിക്ക് പറയാൻ കഴിയും. ഇത് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചർച്ചകൾ നടത്തി എന്ന് പറഞ്ഞ് അത് വെച്ച് കാര്യങ്ങളിലേക്ക് പോകുന്നത് ശരിയാണോ എന്നതിനെക്കുറിച്ച് അവരാലോചിക്കണം. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, ഞങ്ങളുമായി ബന്ധപ്പെട്ട് UDFുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്നവർ വരട്ടെ, പക്ഷേ അത് അവരുടെ ആവശ്യപ്രകാരം മാത്രമേ ആയിരിക്കുകയുള്ളൂ. അതല്ലാതെ കണ്ട ഒരാളിനെ പോലും സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ല. അല്ല, അതിന് പ്രത്യേകിച്ച് അവരെ എന്താ ഒരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് അവർ തൊട്ടുകൂടാത്തവരൊന്നുമല്ല. പക്ഷേ വേറൊരു മുന്നണിയുള്ളവരെ പരസ്യമായിട്ട് ക്ഷണിക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല. അതാണ് ഞങ്ങൾ തുടക്കം മുതൽക്ക് സ്വീകരിച്ച്. ഞങ്ങൾ ആരെയും പുറകെ പോയിട്ടില്ല, എന്നാൽ വാതിൽ കൊട്ടി അടച്ചിട്ടുമില്ല. ആ നയത്തിലൊരു മാറ്റമില്ല. ജോസ് വന്നിരുന്നുവെങ്കിൽ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ മുന്നണി സമവാക്യം തകർന്ന് തരിപ്പണമായേനെ. ജോസ് വരുമെന്ന അഭ്യൂഹം പരക്കുന്നതിനിടെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ഇന്ദിരാഭവനിലേക്ക് വെച്ചുപിടിച്ചിരുന്നു. ആരെതിർത്താലും ജോസ് കെ മാണി വരാൻ തീരുമാനിച്ചാൽ സ്വാഗതം ചെയ്യണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും ലീഗിൻ്റെയും ഇപ്പോഴത്തെയും നിലപാട്. അത് കണ്ടറിഞ്ഞ് CPM രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയും പാർട്ടി പിളരുമെന്ന സ്ഥിതി വരികയും ചെയ്തതോടെ തൽക്കാലം തീയും പുകയും കേരള കോൺഗ്രസ് എമ്മിൽ അടങ്ങിയിരിക്കുകയാണ്.